ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ ജയശങ്കർ, നോക്കൂ, 1.5 മാസം കഴിഞ്ഞു ഈ ഒരു മർദ്ദനം, ഈ അംഗരക്ഷകരുടെ അതിക്രമം കേരളം മുഴുവൻ കണ്ടിട്ട്. മുഖ്യമന്ത്രി കണ്ടിട്ടില്ല, പക്ഷെ കേരളം കണ്ടിട്ട്. അവസാനം കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഇതിലൊരു നടപടി വരുന്നത്. പക്ഷെ എന്നിട്ടും കോടതി ഇടപെട്ടിട്ട് പോലും ഒരു നോട്ടീസാണ് ഇപ്പോഴും അവിടേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇനി എന്ത് പ്രതീക്ഷിക്കണം ഇതിൽ? അല്ല, ഇതിൽ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ കോടതിയിൽ പോവുകയും അവിടെ ഒരു പരാതി കൊടുക്കുകയും അത് പോലീസിലേക്ക് റെഫറുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ഏമാനന്മാർ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിയത്. സാധാരണ രീതിയിൽ അതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇനിയും അധികമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ഗവൺമെന്റ് മിക്കവാറും ഈ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ റിപ്പബ്ലിക് ദിനമാണല്ലോ, അദ്ദേഹത്തിന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ബഹുമതി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തിൽ തീർച്ചയായിട്ടും കിട്ടും. അദ്ദേഹത്തെ മുഖ്യമന്ത്രി തന്നെ നെഞ്ചത്ത് മെഡൽ കുത്തി കൊടുക്കുന്ന ദൃശ്യം നമുക്ക് സമീപ ദിവസങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കാരണം ഇതുപോലെയുള്ള ഗുണ്ടായുസം കാണിക്കുന്നവർക്ക് മാത്രം ഇപ്പൊ ഈ സർക്കാർ സർവീസിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പോലീസിൽ പ്രത്യേകിച്ചും സത്യസന്ധമായിട്ടും കാര്യക്ഷമമായിട്ടും ജോലി ചെയ്യുന്ന ആളുകൾക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ പണിഷ്മെന്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ തരം താഴ്ത്തലൊക്കെയാണ് ഇപ്പൊ ജില്ലാ സെക്രട്ടറിയെ നമ്മൾ വിളിച്ചിരുന്നു ശ്രീ ജയശങ്കർ. അപ്പൊ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ്. അതെ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അകാരണമായിട്ടാണ് ഈ ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വേറെ ആൾ കയറിയിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന ഇതുപോലുള്ള അഭിപ്രായങ്ങൾ യാതൊരു ലജ്ജയും കൂടാതെ പറയാൻ കഴിയുന്നതുകൊണ്ടാണ്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ സംസാരിച്ചതിന്.